Good morning, sir. Yes, good morning, Archana. Morning, sir. Anuja, good morning. Good morning, sir. Good morning, sir. Salma, Jerusha, good morning. Yes, let us start. Jerusha, Salma, let us start. Yes, sir. We can start. Okay. Prayer, no. Good morning, sir. Yes, good morning, idea. Prayer. Yes, sir. I will do the prayer. Yes. Okay. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Good morning, all. Yes, very good, Amrita. Yes. Thought of the day. Yes, sir. Okay. Good morning, sir, and good morning, all. I am saying a small thought of APJ Abdul Kalam. If you fail, never give up because fail means the first attempt in learning. Thank you all. Yes. ഇത് ആര് പറഞ്ഞാന്ന് അറിയാമോ? ദേവേശ്വർ അല്ല അച്ഛന APJ Abdul Kalam, sir. Very good. Yes. Then signing on. Yes. Let us start. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻസുകളെ കുറിച്ചും ആ ടെൻസിന്റെ ഫോമിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ടെൻസിന്റെയും പാസീവ് വോയിസിലേക്ക് നമ്മൾ കടന്നു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുണ്ട് ഇല്ല അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. സംഭവം ഇതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് വരെയുള്ള പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ
ഒബ്ജക്റ്റ് ഈ പാസീവ് വോയിസ് ഓഫ് പ്രസന്റ് പെർഫെക്റ്റ് വരെ പറഞ്ഞല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് വരെ പറഞ്ഞു. യെസ്, എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ ഒരു പേജ് വിട്ടിട്ടാണ് എഴുതി വെച്ചത്. യെസ്. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കിടക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് വരെയുള്ള ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാല്, ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ, ബി പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തതിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്തതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു വാചകം പറയാം. ആ വാചകം എഴുതിക്കോളും. They had bought, B-O-U-G-H-T, bought a new scooter. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. They had bought a new scooter. അവര് പുതിയൊരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, തനുജ. ഞാനിപ്പോ എഴുതിയിരിക്കുന്ന വാചകം നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റിൽ എവിടെ വരുമെന്ന് പറയാമോ? പാസ്റ്റ് പെർഫെക്റ്റ്. കറക്റ്റ് ആൻസർ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന്. തനുജക്ക് അത് മനസ്സിലായത്. സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് ഉണ്ട്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പിടികിട്ടി. ഓക്കെ, യുവർ ആൻസർ ഈസ് റൈറ്റ്. കറക്റ്റ് ആണ് ആൻസർ. അങ്ങനെ ഇഫ് ദ ഗിവൺ സെന്റൻസ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ്, തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച് ഓബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് എഴുതണം. എന്ത് എഴുതണം? ഹാഡ്. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കണം. ആ ബീൻ കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ. നമ്മൾ നേരത്തെ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് പറഞ്ഞില്ലേ? അത് ചെറിയ മാറ്റം പറ്റിയാൽ മതി. ഈ ഹാസിനും ഹാവിനും പകരം ഹാഡ് ആക്കിയാൽ മതി. യെസ്, അപ്പൊ എന്ത് വരും? യെസ്, അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഓബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ ചേർത്തു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ദേ ഹാഡ് ബോട്ട് എ ന്യൂ സ്കൂട്ടർ. അവരൊരു പുതിയ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആരെ അല്ലെങ്കിൽ എന്ത്, ഹും ഓർ വാട്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും എപ്പോഴും ഓബ്ജക്റ്റ് ആയിട്ട് വരിക. എന്ത് വാങ്ങി? ഒരു പുതിയ സ്കൂട്ടർ, എ ന്യൂ സ്കൂട്ടർ. അത് ഓബ്ജക്റ്റ് കിട്ടി. എ ന്യൂ സ്കൂട്ടർ. ഹാഡ്, പിന്നെ ഒരു ബീൻ ചേർക്കുക, ബീൻ. അപ്പോ സെന്റൻസിന് എ ന്യൂ സ്കൂട്ടർ ഹാഡ് ബീൻ. ഇനി ബൈ എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് തന്നിരിക്കുന്ന സെന്റൻസിൽ ബോട്ട്. പിന്നെ നമുക്ക് വേറെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ബോട്ട് ബൈ ദ. ആൻസർ എന്ത് വരും? എ ന്യൂ സ്കൂട്ടർ ഹാഡ് ബീൻ ബോട്ട് ബൈ ദ. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. ഓക്കെ ജനൂഷ, വെരി വെരി സിമ്പിൾ. ഓക്കെ ഐശ്വര്യ, ഫാത്തിമ എഴുതിക്കോളും. He had mistaken us.
she had solved soil weed, solved the problems. We had arranged, arranged, arranged food for the function, FUNCTIOL function. We had arranged food for the function. മൂന്നെണ്ണമുള്ളൂ. എഴുതിക്കോളൂ. Okay, Fatima. Okay, Amrita. Okay, Jerusha. Amrita, ആദ്യത്തെ വായിച്ചോളൂ. Okay, sir. The first one. He had mistaken us. We had been mistaken by him. Correct answer ആണ്. We had been mistaken by him. We had been mistaken by him. Okay. Rashida. Salva. Yes. Deveshwar. She had solved the problem. The problem had been solved by her, Naiji. By her, H-E-R. The problems had been solved by her. Correct. Jerusha. Yes, sir. പറഞ്ഞോളൂ അടുത്തത്. Okay, sir. We had arranged food for the function. Food for the function had been arranged by us. Yes, food for the function. Food for the function had been arranged by us. Okay. Us.
ഞാൻ അടുത്ത് പറഞ്ഞു എടുത്തോളൂ. ഒന്ന്, they will build, build, build സാറേ ഒന്നും കൂടെ പറയോ? they will build, build, build a new building, NEW, new building. അടുത്തത്, they have, രണ്ടാമത്, they have cut down, CUT, cut down the trees, TREES, trees. അടുത്തത്, I was arranging your birthday party, അടുത്തത്, she is singing, SINGING, she is singing a Hindi song, അടുത്തത്, you had read, read horror, HORROR, horror novel. Yes, sir. Next, the president appoints, APPOINTS, appoints him, HAM. യെസ്, ഇപ്പൊ എത്രണ്ണായി? ആറെണ്ണായി. ഏഴെണ്ണം അല്ലേ? യെസ്, അല്ല, ആറെണ്ണം. ഓക്കെ. ഈ ആറെണ്ണത്തിന് ആൻസർ എഴുതുക. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. യെസ്, അപ്പൊ എല്ലാരും കൂടി മിക്സ് ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇതിപ്പോൾ
Yes, very good, very good. ഒരാളെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. Yes, രണ്ടാമത്തെ ആൾ അമൃത. ഓക്കെ, സാർ ഒരു 2 മിനിറ്റ് കൂടെ ഓക്കെ റോഷിനി, 2 മിനിറ്റ് കൂടെ റോഷിനിയുടെ അഭ്യർത്ഥന മാനിച്ച് നമുക്ക് കൊടുക്കാം. Sir, could you please tell me the format of simple past in the passive voice? അത് മാത്രം എന്റെ കയ്യിലില്ല. ഒബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റിന്റെ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്സ്. Thank you, sir. ഓക്കെ, ഓക്കെ ഐശ്വര്യ. സിമ്പിളാണ്, ഇതിലത്തെ വലിയ ഗഹനമായിട്ട് ചിന്തിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.
ആരംഭിക്കട്ടെ. അപ്പൊ ജെറൂഷ ഐശ്വര്യമായിട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ. ക്വസ്റ്റ്യനും വായിക്കണം, ആൻസറും വായിക്കണം കേട്ടോ. Okay, sir. ഓക്കെ. First question. They will build a new building. They will build a new building. അല്ലേ? Okay, sir. ഉം. Answer വായിക്കട്ടെ, sir. വായിച്ചു. A new building will be built by them. By them. കേട്ടോ? A Yes, new sir. building will be built. 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 Built by them. Okay. Okay, sir. Very good. Sini, Yes, sir. what are you doing? They have cut down the trees. Ah, The trees have been cut down by them. correct. The trees have been cut down by them. Very good. അങ്ങനെ എല്ലാത്തവരും അങ്ങനെ ആക്കുക. സംശയമുള്ളവർ ചോദിക്കുക. ഐശ്വര്യക്കെ Yes, sir. പറഞ്ഞോളൂ. I was arranging your birthday party. Your birthday party was being arranged by me. Correct answer. Your birthday party was being arranged by me. Yes. Roshini. Yes, sir. വായിച്ചോളൂ. She is singing a Hindi song. Ah. The Hindi song is being sung by her. A Hindi song is being sung. SUNG. Sung Sung by by- her. By her. Correct ആണ്. Very good. Hariya. രേഷ്മ. Yes, sir. Hariya. Okay. You have she is singing him. അതല്ല അതിന് ശേഷമുള്ളത്. You had asked the horror novel. You read എന്നാണ്. You had. You had read horror novel. Okay. You had the horror novel had been her. അതിനകത്ത് ഒരു വാക്ക് വിട്ടുപോയി. The horror novel had been read by you. Read എന്നുള്ള വാക്ക് ചേർക്കാൻ പറ്റത്. ഓക്കെ അവിടെ ചേർക്കാം. യെസ്, കറക്റ്റ്. ഹൊറർ നോവലാണ്. നോവൽസ് അറിയാൻ പാടില്ല. എന്താ വെച്ചാൽ അതായിരിക്കും നോവൽ എന്നാ പറഞ്ഞത്. നോവൽ. അപ്പൊ നോവൽ ഹാഡ് വരുമ്പോ സിംഗിളായാലും പ്ലൂറലായാലും ഹാഡ് തന്നെ. വലിയൊരു പേടിക്കണ്ട. ഹാഡ് ബീൻ റെഡ് ബൈ യു. യു എന്നുള്ളൊരു മാറ്റമില്ല. ഷീ ആണെങ്കിലാണ് ഹെയർ ആവുന്നത്, ഹി ഹിം ആവുന്നത്. ഇത് മാറ്റമില്ല. ഓക്കെ. അപ്പോ ടെൻസിലെ പാസീവ് വോയിസ് എന്ന് പറയുന്ന വിഭാഗവും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. One more is there, sir. വൺ മോർ ഉണ്ട്. അതാ പറഞ്ഞോളൂ അമൃത. The president appoints him. He was appointed by the president. Very good. The president appoints him. He is appointed by the president. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ യു ആർ അപ്പോയിന്റഡ് എന്ന് പറയുന്നത്. അത് യു ആർ സെലക്ടഡ് അങ്ങനെ പറയണം. അതാണ് എൻ്റെ ഒരു Sir, he is ആണോ വരുക? He was അല്ലേ വരുന്നത്? അതൊരു അപ്പോയിന്റ്സ് എന്നല്ലേ, അപ്പോയിന്റഡ് എന്നല്ലല്ലോ. അല്ല, appoints. അപ്പോയിന്റ്സ്. അപ്പൊ പ്രസന്റൻസ് അല്ലേ, സിമ്പിൾ പ്രസന്റ്. പ്രസിഡന്റ് എന്നുള്ളത് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ വെർബിന്റെ കൂടെ എസ് ചേർത്തത്. അപ്പോയിന്റ്സ് ആയി കേട്ടോ. ഞാൻ പാസ്സായിരുന്നു എഴുതിയത് സാർ. ഞാൻ ഹി വാസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് എന്നായിരുന്നു എഴുതിയത്. റോഷിനി ചോദ്യം വായിക്കും. ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് ഹിം. അപ്പോ ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക. ദ പ്രസിഡന്റ് അപ്പോയിന്റഡ് ഹിം എന്നാണെങ്കിലാണ് വാസനയിൽ വേറെ വരുള്ളൂ. അപ്പൊ പാസ്റ്റൻസ് ആയി. അപ്പോയിന്റഡ് ഹിം എന്നാണെങ്കിൽ ഇവിടെ പ്രസിഡന്റ് അപ്പോയിന്റ്സ് എന്നാണ്. APPOINTS. അപ്പൊ അത് സബ്ജക്ട് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് എസ് ചേർത്തത്.
സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത് ആണ് വരിക. പാസ്റ്റ് ടെൻസ് ആകുമ്പോഴാണ് വാസ് അല്ലെങ്കിൽ വരുന്നത്. നമ്മള് സാറ് തന്ന ഫോർമാറ്റ് പഠിച്ചു വെച്ചതല്ലേ, അതുകൊണ്ടാണ്. യെസ്, ജസ്റ്റ് ഓക്കെ വേറെ ഓക്കെ. ഒന്നും നോക്കിയില്ല. ഇത് ഇനി അത് തെറ്റൂല, കറക്റ്റ് ആണ്. ഇനി അത് നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ ടെൻസിന്റെയും ഫോർമാറ്റ് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്രസന്റ്, റെഗുലർ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, അത് നമ്മൾ കറക്റ്റ് പറഞ്ഞു. ഇനി ഈ ഓരോ ടെൻസിൽ വരുമ്പോ അതിന് പാസീവ് വോയിസ് ആക്കുമ്പോൾ എങ്ങോട്ട് മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞു. യെസ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ പറയാ, ഇവിടെ കേട്ടത് വേറൊരു സ്ഥലത്ത് നമ്മൾ പറയുന്ന ഒരു സംഭവമില്ലേ, പരദോഷം എന്ന് പറയില്ലേ, ആ ഒരു സംഗതിയാണ്. ആ 2-3 രീതിയിൽ പറയാം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇന്ന് കിടക്കുന്നില്ല, അടുത്ത ദിവസം കിടക്കാം. ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്നു. ഐശ്വര്യ ഒരു കാര്യം റോഷിനിയോട് പറയും. അപ്പൊ റോഷിനിയോട് പറയുന്ന ഒരു കാര്യം റോഷിനിക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോടോ അമ്മയോടോ പിള്ളേരോടോ പറയാം. അപ്പൊ അതെങ്ങനെ പറയുന്നതാണ്. വേറൊരു കാര്യം കൂടി ചെയ്യാം. ഐശ്വര്യ റോഷിനോട് പറയുന്നത് ആര്യ കേട്ടു. ആ കേട്ട ആര്യക്ക് വേണമെങ്കിൽ ചെന്നിട്ട് രേഷ്മയോടോ ഫാത്തിമയോടോ പറയാം. യെസ്, ഞാൻ എക്സാമ്പിൾ പറയാം. ഫാത്തിമത്തെ, Yes, sir. യെസ്, ആർ യു മാരീഡ്? Yes, യെസ്. വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് നെയിം? Muhammad. മുഹമ്മദ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, സിറ്റുവേഷൻ മനസ്സിലാക്കാം. രാവിലെ മുഹമ്മദ് ജോലിക്ക് പോകാൻ റെഡിയായിട്ട് വരുന്നു. അപ്പൊ സാധാരണ ഒരു പുള്ളി പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴും തിരിച്ചു വരുന്നത് വിചാരിക്കും, വൈകുന്നേരം സാധാരണഗതിയിൽ. അപ്പൊ പോകാൻ നേരത്ത് ഫാത്തിമയോട് പറയാണ് ഞാൻ 5 മണിക്ക് വരാം എന്ന് പറയുന്നു. എന്നിട്ട് പുള്ളി പോയി കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ ചെന്നിട്ട് ഇത് കുട്ടികളോട് പറയുന്നു, പാപ്പ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയും? ആലോചിക്കട്ടെ സർ. ഇതാണ് സംഭവം. അതായത് നമ്മളോട് പറഞ്ഞു, ഇത് നമ്മളെ മക്കളോട് പറയാണ്. അപ്പൊ എങ്ങനെ പറയും? Told me, sir. ആ Told me. അങ്ങനെ. അങ്ങനെ പറയണത് ആ രീതിയിൽ. Your father told me that he will come 5 മണിക്ക്. ചെറിയ മിസ്റ്റേക്ക് ആയിട്ടാണ്, 100% പക്കയായിട്ടില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറ്റിയത്. യെസ്, ചെറിയൊരു പ്രോബ്ലം. യുവർ ഫാദർ ടോൾഡ്, അതൊക്കെ കറക്റ്റ് ആണ്. യെസ്, അതെല്ലാം കറക്റ്റ് ആണ്, പക്കയാണ്, കറക്റ്റ് ആണ്. അതൊന്നും പറയണ്ട. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. അത് പറയാം. Your father told me he arrived at 5 o'clock എന്ന് പറയാൻ പറ്റും. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് അതുണ്ട്. പകുതി ശരിയാണ്. ഫാത്തിമത്ത് പറഞ്ഞ പോലെ സാർ പറഞ്ഞോ. he will arrive at 5 o'clock എന്നാണോ? വിൽ അറൈവ്ഡ് എന്നാണ് പറഞ്ഞത്, അറൈവ് എന്നാണ് പറഞ്ഞത്? അറൈവ്ഡ് എന്നാ പറഞ്ഞത്. അറൈവ്ഡ്. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വില്ല് കഴിഞ്ഞാൽ പ്രസന്റേഷൻ വരും. നമ്മള് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റേഷൻ. അപ്പൊ അറൈവ്ഡ് വരൂല, അറൈവ് എന്നേ വരുള്ളൂ. എന്നാലും അപ്പൊ അത് ഇപ്പൊ അറൈവ്ഡ് എന്നുള്ളത് മാറ്റി അറൈവ് ആക്കി കഴിഞ്ഞാലും ചെറിയൊരു മിസ്റ്റേക്ക് അത് കിടപ്പുണ്ട്. പക്ഷെ ഇത് നമ്മൾ പരീക്ഷ കയറി കഴിഞ്ഞാല് ഗ്രാമർ നോക്കാൻ ടീച്ചർ അപ്പൊ പകുതി മാർക്ക് കിട്ടും. പകുതി ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. യെസ്, അറ്റും കൂടെ ചേർത്താൽ ശരിയാവോ സാർ ടൈമിന്? അറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ബേസിക് ആയ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു മാറ്റം വേണം. അവിടെ കിടപ്പുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടീഷണൽ സെന്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ സാധനം നമ്മൾ യെസ് പഠിക്കണ്ട. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നിങ്ങൾ ഈ പാസീവ് വോയിസ് വളരെ രസകരമായിട്ട് മനസ്സിലാക്കി വെച്ചതുപോലെ നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ചും വളരെ രസകരമായിട്ട് നമുക്ക് സാവകാശം പോവാം. ഒരേ ദിവസം 2-3 ടെൻസ് അതെങ്ങനെ മാറുമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങോട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിങ്ങനെയാണ് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ മറുപടി പറയാം. ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്ത് പറയണ ഗ്രീഷ്മ, പോയിന്റ് വേണോ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചാൽ മതി? പോയിന്റ് ഇട്ടോ സാർ.
പോയിന്റ് കിട്ടും. യെസ്, ഗ്രീഷ്മയുടെ എത്തിക്കുക പോയിന്റായി. Yes, I am going to ask you. പറയാനാണോ സാർ അല്ലെ ടൈപ്പ് ചെയ്യാനോ? ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആദ്യം പറയുന്നത് അറിയാൻ പറ്റില്ല. പോയിന്റ് ആരെങ്കിലും ഇടാമോ? ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാം. പോയിന്റ് എഴുതുന്ന പങ്കെടുക്കട്ടെ, പേടിക്കണ്ട. അനുല്ല അല്ലേ? ഞാൻ തന്നെ ചെയ്യാം. റെഡി. അപ്പോ I am going to ask you some questions. Your answer should start with the letter E. E എന്ന് പറയുന്ന അക്ഷരം, എലിഫന്റ്, E എന്ന് പറയുന്ന അക്ഷരത്തിലായിരിക്കും നിങ്ങളുടെ ആൻസർ ആരംഭിക്കേണ്ടത്. ഏറ്റവും ആദ്യം ഉത്തരം പറയുന്ന 3 പേരുടെ പേര് ഞാൻ പറയാം. ഞാൻ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. സാറേ ഞാനും കൂടി ഇടുന്ന് പറഞ്ഞോളാം. അപ്പൊ നമ്മൾ അതുകൂടി ഉൾപ്പെടുത്താം. യെസ്. ചോദ്യം ഇതാണ്. ചോദ്യത്തിന് മലയാളം പറയുന്നതല്ല, കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാവുന്നതാണ്. ലാസ്റ്റ് വേണമെങ്കിൽ പറയാം, ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. ക്വസ്റ്റ്യൻ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യട്ടെ. എ പീസ് ഓഫ് PIECE പീസ്, എ പീസ് ഓഫ് ജുവലറി worn on the ear, EAR. രേഷ്മ, അമൃത, ഫാത്തിമ. രേഷ്മ, അമൃത ആൻഡ് ഫാത്തിമ. കറക്റ്റ് ആൻസർ ആണ്. ആൻസർ ഈസ് ഇയറിംഗ്. കറക്റ്റ് ആണ്, കറക്റ്റ്. ഞാൻ ആദ്യം സിമ്പിൾ ചോദിച്ചാണ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ സൗണ്ട് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. അമൃത, ഭീഷ്മ, ഐശ്വര്യ. അമൃത. സാർ ഞാൻ മൂന്നാമത് എഴുതിയേക്കുന്നേ. ഓക്കെ. ഗ്രീഷ്മ, ഐശ്വര്യ. ഇതിൻ്റെ അകത്ത് ഇത് വന്നു പോകുമല്ലോ. ഐശ്വര്യ ആൻഡ് റോഷിനി. യെസ്, ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തുക. റോഷിനി, എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുള്ളൂ. ഡോണ്ട് വറി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോങ് ഫിഷ് ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്നേക്ക്. ഗ്രീഷ്മ, രേഷ്മ. അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ. ഗ്രീഷ്മ, രേഷ്മ. അതിന് മുമ്പ് ആരായിരുന്നു? ദീപ. ദീപ. ദീപ എന്നുള്ള പേര് ഇത് കണ്ടിട്ടില്ല. ദീപ തന്നെയാണ്. ദീപ. ഓക്കെ. ദീപ. യെസ്, ഓക്കെ. ദീപ. യെസ്, കറക്റ്റ് ആണ്. ഈൽ മത്സ്യമാണ്. അടുത്തത്. ആൻ ഇമാജിനറി ലൈൻ around the middle of the earth. Around the middle. Deveshwar, Deepa, Aishwarya. Deveshwar, Deepa and Aishwarya. Aishwarya നേരത്തെ വന്നാണല്ലോ. Aishwarya. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഇക്വേറ്റർ. ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ആ സംഗതി തന്നെയാണ്. യെസ്. അടുത്ത ചോദ്യം ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ വൺ വേർഡ് എന്ന് പറഞ്ഞാൽ മതി. ടു മേക്ക് പീപ്പിൾ മൂവ് ഔട്ട് ഓഫ് വെയർ they are living. To make people move out of where they are living. അതല്ല എർത്തല്ല മക്കളെ, മാറ്റി പിടിക്കും. യെസ്. ആയിട്ടില്ല ദീപ, ഒന്നുകൂടി അർത്ഥം നോക്ക്. ടു മേക്ക്. രേഷ്മ, ഗ്രീഷ്മ, അമൃത. രേഷ്മ, ഗ്രീഷ്മ ആൻഡ് അമൃത. കറക്റ്റ് ആണ്. ഓക്കെ,
ടു മേക്ക് ദ പീപ്പിൾ മൂവ് ഔട്ട്, ജനങ്ങളെ മാറ്റുക. വെയർ ദേ ആർ ലിവ്, താമസിക്കുന്ന സ്ഥലത്ത് ജനങ്ങളെ മാറ്റുക. അതിനാണ് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞത്. ആ ഒഴിപ്പിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് എവിക്റ്റ് എന്ന് പറയാം, ഇവാക്യുവേറ്റ് എന്ന് പറയാം. രണ്ടും ഈയിലാണ് ആരംഭിക്കുന്നത്. അതിൽ ഏതെങ്കിലും വാക്കാണ് ചോദിച്ചത്. യെസ്. അടുത്തത് ജിക്കാണ്. പീപ്പിൾ ലിവിങ് ഇൻ ഐസ്, ഐസ്, നിയർ ദി ആർട്ടിക് കോസ്റ്റ്, COAST, കോസ്റ്റ്. ഇഗ്ലു അല്ല, വേറൊരു പേരുണ്ട്, നിയർ ആർട്ടിക് കോസ്റ്റ്. അല്ല, പീപ്പിൾ ലിവിങ് ഇൻ ഐസ്, ഐസ്. രേഷ്മ, രേഷ്മക്ക് GK ഒക്കെ ഉണ്ട് കേട്ടോ. പൊടി തട്ടിയെടുത്ത അടുത്ത LDC നമ്മുടെ കയ്യിലിരിക്കും. രേഷ്മ, റഷീദ, പിന്നെ ആരായിരുന്നു? ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ല? യെസ്, എസ്കിമോസ് ആണ്, എസ്കിമോസ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മെഷീൻ ദാറ്റ് പ്രൊവൈഡ്സ് power for the vehicle. Deeba, Reshma, Fatima. Deeba, Reshma, Fatima. Your answer is right. The answer is engine. Engine ഉള്ളതാണ് എൻ്റെ ആൻസർ. പിന്നെ ഞാൻ സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷൻ പറയുന്ന പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. When the moon comes between sun and earth. When the moon comes between sun and earth. സിനി, ദീപ, അതിന് മുമ്പ് ഒരാളൂടെ ഉണ്ടായിരുന്നില്ല? അർച്ചന സർ. അർച്ചന. സിനി, ദീപ ആൻഡ് അർച്ചന. യെസ്. അർച്ചന അല്ലേ, ദേവേശ്വരൻ അല്ലേ? ഞാൻ നേരത്തെ ദേവേശ്വരൻ കേൾക്കണത്. അപ്പൊ ആ പേരിലാണ് പോട്ടെ, പേര് മാറിപ്പോ. യെസ്, പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. യെസ്, ഓക്കെ. അപ്പൊ കറക്റ്റ് ആണ്. യെസ്. ഇനി അടുത്തൊരു മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയാം. ടു റിസീവ്, RECEIVE, ടു റിസീവ് an income for doing work. Aishwarya, Grishma, Roshni. Aishwarya, Grishma, Roshni. റോഷ്നിയുടെ തെറ്റാ മാസ്. റോഷ്നി ഇമെയിൽ എഴുതിയിരിക്കുന്നു സാർ. ഞാൻ ഇമെയിലൊന്നും എഴുതിയിരിക്കുന്നു സാർ. അതെ. ഓക്കെ. യെസ്. അപ്പൊ റോഷിനിക്ക് ശേഷം വന്നത് ആരാണ്? അമൃത. യെസ്. ഓക്കെ. യെസ്. അപ്പൊ ഏനാണ്, ഏൻ ഓർ ഏണി അങ്ങനെ പറയാം. യെസ്. എ ലാർജ് ബേർഡ് വിത്ത് സ്ട്രോങ് ഐസൈറ്റ്, EYE. ദേവേശ്വർ, ഗ്രീഷ്മ, സിനി. ദേവേശ്വർ, Grishma and Sini. Yes. അടുത്തത് സർ, സിനിക്ക് മുമ്പ് ഫാത്തിമത്തില്ലേ? ഫാത്തിമത്തുണ്ടായിരുന്നു. ഫാത്തിമ. യെസ്. അടുത്തത്. The study of money is called dash. അതല്ല. ഗ്രീഷ്മ, ദേവേശ്വർ, ഫാത്തിമ. ഗ്രീഷ്മ, ദേവേശ്വർ ആൻഡ് ഫാത്തിമ. Study of money, that is called economics. Yes. ഈ അടുത്തത് ഞാൻ പറയുന്ന സ്പെല്ലിങ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് എഴുതും. ഞാൻ പറയുന്ന സ്പെല്ലിങ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. യെസ്.
അത് മിസ്പ്ലറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് പേരെന്താണെന്ന് നിങ്ങൾ പറയണം. ഇതിൻ്റെ അകത്തുള്ള ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കറക്റ്റായിട്ട് എഴുതി കഴിയുമ്പോൾ അതൊരു സ്ഥലത്തിൻ്റെ പേരായിരിക്കും, വേറെ ഒന്നിൻ്റെ പേരായിരിക്കില്ല, ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ള ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരായിരിക്കും. ഈ വെച്ചിട്ട് തന്നെയാണ് സാർ? ഈ വെച്ചിട്ട് തന്നെയാണ്? അല്ല, അത് ഇഷ്ടമുള്ള വാക്ക് വെച്ചു. ഈടെ കഴിഞ്ഞു പുതിയതാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് അകത്തി എഴുതുക സ്പെല്ലിങ് കേട്ടോ. പറയാം. R A L U E N B G U. ലാസ്റ്റ് എന്താ സാർ പറഞ്ഞ? യു യൂണിയൻ. ഓ, സ്ഥലത്തിന്റെ പേരാണ് രേഷ്മ, ഒരു സ്ഥലത്തിന്റെ പേരാണത്. ടൂറൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. ബാംഗ്ലൂർ. യെസ്, റോഷിനി, റോഷിനി, അമൃത, ഐശ്വര്യ. റോഷിനി, അമൃത ആൻഡ് ഐശ്വര്യ. സാർ ഞാനിത് ഈ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. യെസ്, ഈ അല്ല ഇഷ്ടമുള്ള വാക്ക് വെച്ച് ചെയ്തോ. ക്ലൂരാണ്, ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും കേട്ടോ. യെസ്, ഈ നോക്കണ്ട, അത് പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചോദിച്ചപ്പോ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല, ഈ അല്ല, ഈ വിട്ടു. നെക്സ്റ്റ്, I P R U J A. ജെ കഴിഞ്ഞിട്ടുണ്ടോ സാറേ? ആദം. ജയ്പൂർ. യെസ്, തനുജ, ഫാത്തിമ. ഉറക്കെ പറയുമ്പോഴേ എല്ലാവരും എഴുതും. ഐശ്വര്യ അല്ലേ? തനുജ. സാർ ഞാനുണ്ട് സാർ മൂന്നാമത്. ആരാണ്? ഗ്രീഷ്മ. തനുജ നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഫാത്തിമ, പിന്നെ എന്താണ്? ഗ്രീഷ്മ, പിന്നെ പേര് ഐശ്വര്യ അല്ലേ? യെസ്. അടുത്തതല്ല, L H I D E. രേഷ്മ, തനുജ. അതിന് മുമ്പ് ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. രേഷ്മ, തനുജ, സിനി. ഓക്കെ, അപ്പോ കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഡൽഹി എന്നാണ് ആൻസർ. അടുത്തത് R I S A V A N A. സാർ വാരണാസി ആണോ? വാരണാസി. റോഷിനി, തനുജക്ക് മുമ്പ് ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. സാർ ഗ്രീഷ്മ. അമൃത. റോഷിനി, തനുജ, ഗ്രീഷ്മ, ഗ്രീഷ്മ. യെസ്, അമൃതയുണ്ട് സാർ. തനുജയ്ക്ക് അമൃതയുണ്ട്. ഓക്കെ, ആണ് ഞാൻ ചോദിച്ചു. യെസ്. അടുത്തത് നെക്സ്റ്റ് പ്ലേസ് R U S T A. സൂററ്റ് സാർ. യെസ്, ഇപ്പൊ എല്ലാവരും കേക്കല്ലേ? അമൃത, ഐശ്വര്യ, രോഷിണി. ഞാൻ സോറി സാർ, ടൈപ്പ് ചെയ്യാൻ പെട്ടെന്ന് ടൈം എടുക്കുന്നുണ്ട് സാർ. പോയിട്ടുണ്ട്, ഞാനുണ്ട്. അമൃത, റോഷിനി, പിന്നെ ആരായിരുന്നു? ഗ്രീഷ്മ. യെസ്. നെക്സ്റ്റ്
A, B. B. I will tell you once more. A, B, P, O, H, L. Yes, Aishwaryakum Sinikum Mumbai. Amrita, sir. Yes. Aishwarya. Sir, Amrita. Sini Amrita. Amrita കഴിഞ്ഞിട്ട് ഗ്രീഷ്മയുണ്ട് സർ. Grishma. Yes, Grishma. Yes, okay. അപ്പോൾ ആ സെക്ഷൻ അവസാനിച്ചിട്ട് ഇനി ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എസ്. സാൻഡ. എസ് കേട്ടോ, എസ്സിൽ ആരംഭിക്കുന്നു. ഓക്കെ, എസ്സിൽ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഉത്തരം. ആരംഭിക്കുന്ന ചോദ്യം ഞാൻ ആദ്യം ഒരു മീനിങ് പറയാണ്. ആ മീനിങ്ങിന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം. എ ഡേറ്റി, DIRTY, ഡേറ്റി മാർക്ക് MARK on something. A dirty mark on something. And an English word. Scratch. Reshma. Reshma, you didn't have you just can't know the market up way. Reshma, the Tara. Aishwarya. Pinna. Derivation. Okay. Stain ആണ് നമ്മൾ അടയാളം അല്ലെങ്കിൽ പാണ്ട് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് സ്റ്റെയിൻ എന്ന് പറയുക. ഡേറ്ററി മാർക്ക് സംതിങ്. അടുത്തത് അയൺ മാൻസ്, ഒറ്റ വേർഡാണ്. IRON MAN'. അയൺ മാൻസ്. അയൺ മാൻസ് ഇൻഡസ്ട്രി ഈസ് നോൺ ആസ് ഡാഷ്. Iron Man's industry is known as dash. അതല്ല ദേവേശ്വർ, ഇതുപോലെ ഇംഗ്ലീഷ് സിനിമയൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാവും ഈ പേര്. സൂപ്പർമാൻ അല്ല, അയൺസ് മാൻസ് ഇൻഡസ്ട്രി. ഇംഗ്ലീഷ് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഈ സാധനം വരാറുണ്ട്, ഈ പേര് വരാറുണ്ട്. പേരല്ല, ഈ സാധനമല്ല ഈ പേര്. സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. അതിന് പേരുണ്ട്. അവഞ്ചർ അല്ല ദേവേശ്വർ, ജെറൂഷ. യുദ്ധോപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അവര്. യുദ്ധത്തിന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ കമ്പനിയുടെ പേരും കൂടിയാണ് അയൺ മാൻസ് ഇൻഡസ്ട്രി. അങ്ങനെ ഒരു പോയിന്റ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. രേഷ്മ, ലാസ്റ്റ് ചാൻസ് ആണ്. കൂടി ആലോചിച്ചിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞോളൂ. സ്റ്റീൽ അല്ല ജെറൂഷ, വേറൊരു വേർഡുണ്ട്. ആ ഇൻഡസ്ട്രീസ്. ഓക്കെ. ഒരു വേർഡാണ്, അതിന്റെ ഇപ്പുറത്താണ് ഇൻഡസ്ട്രീസ് എന്ന് വരാം. തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ദീപ, യു ആർ റൈറ്റ്, വെരി ഗുഡ്. ദീപ, റഷീദ, ജെറൂഷ. Deeba, Rashida, and Jerusha. Jerusha നേരത്തെ വന്നിട്ടില്ല അല്ലേ? No, sir. Yes, okay. Very good. Yes. As Stark Industries ആണ്. Stark, STIRK, Stark Industries. അടുത്തത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയും. If you have a deep cut, 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 you need dash. If you have a deep cut, you need dash. Deveshwar, Reshma, Jerusha. Deveshwar, Reshma, and Jerusha. Correct answer ആണ്. കട്ട് എന്ന് പറഞ്ഞാൽ മുറിവ് എന്ന അർത്ഥമുണ്ട്. നിങ്ങൾക്കൊരു മുറിവ് പറ്റിയാൽ നിങ്ങൾക്ക് ആവശ്യം എന്താണ്? സ്റ്റിച്ചാണ്. സ്റ്റിച്ച്. ഓക്കെ,
ഞാൻ ഇനി കുറച്ച് വേർഡുകൾ പറയും. അതിനോട് സമാനമായ വേറൊരു വേർഡ് നിങ്ങൾ പറയും. യെസ്, ഓക്കെ. വേർഡുകൾ ഇതാണ്: ലൈറ്റനിങ്, കോമ, തണ്ടർ, THUNDER, തണ്ടർ, കോമ, റെയിൻ, RAIN, റെയിൻ, കോമ, ഡാഷ്. ഫാത്തിമത്ത്, അമൃത, ദേവേഷ്. ഫാത്തിമത്ത്, അമൃത ആൻഡ് ദേവേഷ്. ഓക്കെ, ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ ഇനി ബാലൻസ് ഉണ്ട്, നമുക്ക് പിന്നെ ചോദിക്കാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു പോയിന്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും, വിട്ട് കളഞ്ഞേക്കാം. നമ്മുടെ ജോബ് സാറല്ലേ, നമ്മൾ ഞാൻ വിട്ടേക്കാം. യെസ്. റഷീദ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജെറൂഷ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. തനുജ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സിനി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദീപ 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റോഷിനിക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫാത്തിമത്തിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ദേവേശ്വർ, അർച്ചനക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യക്കും 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രേഷ്മയ്ക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8. അമൃതയ്ക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഗ്രീഷ്മയ്ക്ക് ആണ് ഏറ്റവും കൂടുതൽ, 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. തൊട്ടുപുറകിൽ 2 പേര് 9 ആയിട്ടുണ്ട്. യെസ്, പേടിക്കണ്ട. IPA നമുക്ക് വേഗത കുറഞ്ഞാൽ നമുക്ക് ഒരു ഒപ്പം വരികയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും. നോ പ്രോബ്ലം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലോസ് ചെയ്തോട്ടെ. യെസ്, Thank you, sir. Thank you for the session. Thank you. okay. Thank you, sir. Thank you, sir. Thank you, sir. Next class. Okay, bye. Okay, sir. വലയിൽ വീണ കിളികളാമൃതം ഒരിക്കൽ പാട്ടു കേട്ടു പാടുകയും